ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ അവസാനിപ്പിക്കാം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ അസഭ്യം പറഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആദ്യമൊന്ന് ഞെട്ടിച്ചുവെങ്കിലും പിന്നീട് കേരളത്തിന് തന്നെ അത് മനസ്സിലായി. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന യുവാവിനെ വെട്ടിക്കൊന്ന് കേരള രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ഒരാൾ ഇനി എത്ര വലിയ പദവിയിലെത്തിയാലും പഠിച്ചത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഗുണ്ട തന്നെയാണ്. കാലവും പദവിയും മാറിയെന്ന് കരുതി അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അവിടെ അത് കിടക്കണമെന്നില്ല. അതുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിയെ അസഭ്യം പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. ആർക്കും അത്ഭുതമില്ല. ഡാഷ് മോനെ രേവന്തേ മറുപടി വരുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. രേവന്ത് റെഡ്ഡി നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നീ പോ മോനെ വിജയ എന്ന് വിളിച്ചിരുന്നു. നരസിംഹം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്നാൽ അതിന് ഇത്തരത്തിലുള്ളൊരു മറുപടി വളരെ മോശമായി പോയി. അതും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയുമ്പോൾ കേരളം ലജ്ജിച്ചേ മതിയാകൂ. ഡാഷ് മോനെ എന്ന് സാധാരണ വിളിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു വാക്കായിട്ടാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലവാരം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ. നമുക്കറിയാം, താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ, ഈ രാജ്യം തന്നെ ബഹുമാനിക്കുന്ന പാർലമെൻറ്റേറിയൻ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ, സ്വന്തം സഹപ്രവർത്തകനായിരുന്ന TP ചന്ദ്രശേഖരനെ കുലം കുത്തി എന്ന് വിളിച്ച പിണറായി വിജയൻ, അരനൂറ്റാണ്ടുകാലം ഒപ്പം നടന്ന G സുധാകരനെ പരമചെറ്റേ എന്ന് വിളിച്ച പിണറായി വിജയൻ ഇനി തെലങ്കാന മുഖ്യമന്ത്രിയെ പൊന്നുമോനെ എന്നൊന്നും വിളിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഡാഷ് മോനെ എന്ന് വിളിച്ചത് വളരെ കഷ്ടമായി പോയി. പിണറായിയുടെ യഥാർത്ഥ സ്വഭാവം അങ്ങനെ ഒന്നുകൂടി രാജ്യമറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നാട്ടിൽ പാർട്ടി നേതാവായി കൊലപാതകവും അക്രമവും ഒക്കെ ശീലമാക്കി ആ നാട്ടിൽ നിന്നും കയ്യൂക്കുകൊണ്ട് ജയിച്ചു വന്ന് പാർട്ടി തന്നെ കൈപ്പിടിയിലൊതുക്കി അവസാനം പാർട്ടിയെയും ഹൈജാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയായ ഒരാളിൽ നിന്നും ഇതിനപ്പുറമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പതിറ്റാണ്ട് കാലത്തെ തൻ്റെ നിഴലായി നടന്ന വെണ്ടുട്ടായി ബാബു എന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ഓർമ്മയുണ്ടാകും. അവസാനം എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ കൂടെ നിന്ന് ഒഴിവാക്കുകയും തലശ്ശേരി നഗരത്തിൽ വെച്ച് കൊന്നു തള്ളുകയും ചെയ്തതും പിണറായി വിജയൻ്റെ പങ്കുണ്ട് എന്ന് K സുധാകരൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ്. അങ്ങനെ കൊന്നും കൊടുത്തും കേരളത്തിൽ മുഖ്യമന്ത്രി പദവി വരെ എത്തിയ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ഇതിനപ്പുറമൊന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടാണ്. സർവ്വമേഖലകളിലും തകർന്നു നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക്. ഇനിയൊരിക്കൽ അധികാരത്തിലെത്തില്ല എന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ട്. പരാജയം ഉറപ്പിച്ചൊരു മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയ അവസ്ഥയാണിപ്പോൾ. ഭരണം പോകുമ്പോൾ നമുക്കറിയാം, അച്യുതാനന്ദനും EK നയനാർക്കും ഇതുപോലെ സമനില തെറ്റിയിട്ടില്ല. കാരണം അവർ മോഷ്ടിച്ചതും തട്ടിച്ചതും അഴിമതി നടത്തിയതും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കാര്യങ്ങൾ അത് ജയിലറകൾ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി. ചിലപ്പോൾ മകളടക്കം അറസ്റ്റിലായേക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സർവേകളും വെളിപ്പെടുത്തലുകളും എല്ലാം LDFന് എതിരായി വന്നു കഴിഞ്ഞു. ആ ആശങ്കയിൽ യഥാർത്ഥ ബുദ്ധി പുറത്തു വരികയാണ് ഇന്നുണ്ടായത്. അതാണ് ഡാഷ് മോനെ എന്ന് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് വിളിപ്പിക്കാൻ ഈ പിണറായി എന്ന മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്. ഈ ഒറ്റ വാക്കുകൊണ്ട് പരാജയത്തിൻ്റെ ആഴവും ആഘാതവും നമുക്ക് മനസ്സിലാക്കാം. പരനാറി എന്ന വിളിയിൽ പ്രേമചന്ദ്രന് ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി ഒന്നുകൂടി സമനില തെറ്റിയാൽ ആ ഡാഷ് മോനെ എന്നുള്ളതിൽ ഡാഷ് എന്ന ഭാഗവും പൂരിപ്പിച്ചു തരുമായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഏതായാലും തോൽക്കുമെന്നുറപ്പിച്ച് സ്വയം വെപ്രാളം കൊള്ളുന്ന പിണറായി വിജയനെയാണ് ഇന്ന് കേരളം കണ്ടത്.